വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. പഞ്ചാബ് കിങ്സിന്റെ അപരാജിത കുതിപ്പിനെ തടയാൻ KL രാഹുലിന്റെയും നിതീഷ് റാണയുടെയും ബാറ്റിംഗ് കരുത്തിൽ ഡൽഹി ഉയർത്തിയ 264 റൺസിനും സാധിക്കാതെ പോകുന്നു. KL രാഹുൽ ഇന്ന് 67 പന്തിൽ നേടിയത് 152 റൺസ്, 9 സിക്സുകളും 16 ഫോറുകളും. നിതീഷ് റാണ 4 സിക്സും 11 ഫോറും അടക്കം നേടിയത് 44 പന്തിൽ 91. വെറും 6 റൺസിൽ നിൽക്കുമ്പോൾ KL രാഹുലിനെ ശശാങ്ക് വിട്ടുകളഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ആ ഇന്നിങ്സ് ചെന്ന് അവസാനിക്കുന്നത് 152 എന്ന സ്കോറിലാണ്. IPLലെ തൻ്റെ ഏറ്റവും മികച്ച സ്കോർ കണ്ടെത്തുന്നു. അതിലൂടെ ഡൽഹിയെ 264 എന്ന സ്കോറിലേക്കും നയിക്കുന്നു. പക്ഷേ കളിച്ച ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെ മുന്നേറുന്ന പഞ്ചാബ് ആ വലിയ സ്കോറിന് മുന്നിൽ അല്പം പോലും പതറിയില്ല. ഇന്ന് ബൗളർമാർക്ക് ഒരു ആനുകൂല്യവും ലഭിക്കാത്ത മത്സരമായിരുന്നു. ബാറ്റർമാരുടെ വിളയാട്ടമായിരുന്നു പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരം. KL രാഹുലിനെ 6 റൺസിന് വിട്ടുകളഞ്ഞ ശശാങ്കിനെ നോക്കി ചിരിക്കുക മാത്രമാണ് പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ചെയ്തത്. കഴിഞ്ഞ മത്സരത്തിലും ശശാങ്ക് ക്യാച്ചുകൾ വിട്ടുകളയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ പഞ്ചാബ് വിജയത്തിലെത്തുമ്പോൾ 10 പന്തിൽ 19 റൺസുമായി ക്യാപ്റ്റന് കൂട്ടായുണ്ടായിരുന്നത് ശശാങ്ക് തന്നെയായിരുന്നു. 264 എന്ന വിജയലക്ഷ്യം മറികടക്കാൻ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബ് 6.2 ഓവറിൽ നേടിയത് 126. 17 പന്തിൽ 43 റൺസാണ് പ്രിയാൻഷ് ആര്യ നേടിയെടുത്തത്. 26 പന്തിൽ 76 റൺസാണ് പ്രഭ് സിമ്രാൻ സിംഗ് നേടിയത്. 10 പന്തിൽ 19 റൺസോടെ ശശാങ്ക് സിംഗും 36 പന്തുകളിൽ 71 റൺസോടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും പുറത്താകാതെ നിന്നു. 7 പന്തുകൾ ബാക്കി നിൽക്കെ 6 വിക്കറ്റിന്റെ ഒരു അത്യുജ്വല വിജയം, ഒരു റെക്കോർഡ് വിജയം. ഏറ്റവും വലിയ ഹയസ്റ്റ് സ്കോർ മറികടക്കുന്നു പഞ്ചാബ് കിങ്സ് ഇന്ന് IPLൽ. 200-ന് മുകളിൽ ചേസ് ചെയ്ത് വിജയിക്കൽ ഒരു ഹോബിയാക്കിയിരിക്കുന്നു പഞ്ചാബ് കിങ്സ് എന്ന് വേണം പറയാൻ. ഡൽഹി ഫീൽഡേഴ്സിൽ കരുൺ നായർ വിട്ടുകളഞ്ഞ 2 ക്യാച്ചുകളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ശ്രേയസ് അയ്യരെ പുറത്താക്കാനുള്ള അവസരം 2 തവണയാണ് നഷ്ടപ്പെടുത്തിയത്. ഒന്നിന് പിറകെ ഒന്നായി തൊട്ടടുത്ത പന്തുകളിൽ ക്യാച്ച് വിട്ട് കളയുന്ന അതിദയനീയ കാഴ്ച ക്രിക്കറ്റ് ലോകം ഇന്ന് കാണേണ്ടി വന്നു. ആരാധകർക്കിടയിൽ അത് വലിയ ചർച്ചയാണ്. ഒരു പക്ഷേ ഒത്തുകളി മത്സരമാണോ ഇതെന്ന് പോലും ചോദിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. ഏതായാലും പഞ്ചാബ് കിങ്സിന്റെ അപരാജിത മുന്നേറ്റം തടയാൻ ഈ IPLൽ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു മത്സരത്തിൽ മാത്രമാണ് 1 പോയിന്റ് അവർക്ക് നഷ്ടമായത്. KKRുമായിട്ടുള്ള മത്സരത്തിൽ മഴ മൂലം കളി തടസ്സപ്പെട്ടപ്പോൾ മാത്രമാണ് അവർക്കൊരു പോയിന്റ് നഷ്ടമായത്. 7 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഒരൊറ്റ പരാജയം പോലുമില്ലാതെ 13 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നു. ഓറഞ്ച് ക്യാപ്പിന് ഉടമയാകുന്നു ഇന്നത്തെ KL രാഹുലിന്റെ മികച്ച പ്രകടനത്തോടെ. ഡൽഹി മത്സരം തോറ്റെങ്കിലും KL രാഹുൽ തന്നെയാണ് ഇന്നത്തെ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 357 റൺസോടെ KL രാഹുൽ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കുന്നു. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 103 റൺസ് നേടിയ സൂര്യവംശി ടോട്ടൽ 357 എന്ന സ്കോറിൽ KL രാഹുലിനൊപ്പമെത്തുന്നു. ഇപ്പോൾ 2 പേരാണ് ഓറഞ്ച് ക്യാപ്പിന് അർഹരായി നിൽക്കുന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.